ചിക്കൻ ബിരിയാണി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചു കളഞ്ഞില്ലടാ റാസ്കൽ. പൊന്നേമാനെ പറ്റിച്ചതല്ല. ഇണ്ടി പോകരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു. പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു. സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചയ്ക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ കാത്തുന്നതാ. തീ പാറണ വെയിലത്ത്. പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ദേ, ഇന്ന് പ്രായശ്ചിത്തം ചെയ്യാതെ നിന്നെ ഇവിടുന്ന് പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടയ്ക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ബിരിയാണി മട്ടയ്ക്കും. ഇപ്പൊ ശരിയായി. കരയാമ്പൂ കരയാമ്പൂ. കോഴിയുടെ വേവ് ഇത്തിരി കൂടിയോന്ന് എനിക്കൊരു സംശയം. ഉമ്മറേ, പാഴ്സൽ റെഡിയായോ? സാറേ, എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 31 രൂപ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. ആരാ ഗുണം പിടിക്കാത്തന്നെ? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിനത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ. നമ്മുടെ സാധനം എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന് വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ലേ സാറേ? എന്റെ ഭഗവാനെ, എന്തു പറ്റി സാർ? 41ാം ചരമദിനം. മോഹൻദാസ് ശ്രീദേവി. സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു. എന്താണ് ഈ കേൾക്കണത്? പിന്നെ സൈക്കിളോ? അപ്പൊ രാവിലെ എടുത്ത സൈക്കിൾ എന്ത്? അത് റോട്ടിൽ എവിടെങ്കിലും കാണും. റോഡിൽ എവിടെങ്കിലും മാറിക്കടോ. ആനക്കാര്യത്തിനിടയിലെ ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാണോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ